നമസ്കാരം. ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു സ്നേഹം നോക്കണേ. യുവ ഗായികയായിട്ടുള്ള സിത്താര കൃഷ്ണകുമാർ. ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സിത്താരയാണ് ഇക്കുറി ഇടതുപക്ഷത്തിനു വേണ്ട തെരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ചതും. തെരഞ്ഞെടുപ്പ് ഗാനം ആലപിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു ഗായികയെ വിളിച്ചത് പാടിപ്പിക്കുമ്പോൾ എന്താണ്, അവർ അവരുടെ പ്രൊഫഷനാണ്, അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സെലിബ്രിറ്റിയാണ്, കേരളത്തിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു ഗായികയാണ്, സ്റ്റേജുകളിൽ ഉൾപ്പെടെ നിറ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചില ആൽബങ്ങളിലൊക്കെ പാടിയും അവർ കേരളത്തിലെ പാട്ട് ആസ്വാദകരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ ഒരു ഗായികയാണ്. അവർ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുക്കണം. അതൊരു മര്യാദയാണല്ലോ, അല്ലേ? അവരെ വിളിച്ച് പാട്ട് പാടിക്കുക, അവർ പാടാൻ വരുന്നു എന്ന് പറയുമ്പോൾ, കാര്യം നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ ഗാനങ്ങൾ പാടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്യപ്പെടാം. നിങ്ങൾ എന്തിനാണ് പോയി അത് പാടുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലാതെ നിലനിൽക്കണ്ടേ? ഇങ്ങനെ പാട്ടുകാരിയൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അങ്ങനെയല്ല. തനിക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് അവർ ആ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത്, എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഗാനം പാടിയതിന് എനിക്ക് പ്രതിഫലം വേണ്ട, കൊടുത്ത പ്രതിഫലം തിരിച്ചു കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞ വാചകമായിട്ട് പുറത്തു വരുന്നുണ്ട്, ഈ സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു സാഹചര്യമാണ്. ഈ നാട്ടിൽ ഇടതുപക്ഷം തുടരണമെന്ന് ഇത്രയും പോപ്പുലാരിറ്റി ഉള്ളവർ വരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ച് ഉയരങ്ങളിൽ നിൽക്കുന്നവരുടെ കാഴ്ച പോലും എത്ര വിശാലമാണെന്ന് തിരിച്ചറിയുന്ന സാഹചര്യമാണ്. നാട് നീളെ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല മാറ്റങ്ങളും അവരുടെ യാത്രകൾക്കിടയിൽ ദൃശ്യമാണ്, അനുഭവവേദ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സിത്താര ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും സിത്താരയുടെ ആ ഒരു തീരുമാനത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് താൻ ചെയ്തു കൊടുത്ത ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ചു, പ്രതിഫലം വേണ്ട എന്ന രീതിയിൽ അതിനെ നിരാകരിച്ചപ്പോഴും ഇടതുപക്ഷം തുടരണമെന്ന ആഗ്രഹം അവർ പങ്കുവച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ആ ഗാനത്തോടൊപ്പം തന്നെ സിത്താരയ്ക്ക് കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ കൈയടിക്കുകയാണ്. കാര്യം ഇത് വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഗാനമാണ്. ആ ഗാനം പാടാൻ അവസരം കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ തുടരണമെന്നുള്ള ആഗ്രഹം കൂടി അവർ അറിയിച്ചുകൊണ്ട് പ്രതിഫലം വാങ്ങാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് പിന്തുണയായിട്ട് മുഖ്യധാരയിലുള്ളവർ പോലും രംഗത്തുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ്. അതല്ലേ 10 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾക്കപ്പുറമുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ട സിത്താരയ്ക്കിരിക്കട്ടെ ഒരു കുതിരപ്പവനെന്ന് പറയേണ്ടി വരികയാണ്.